അങ്ങനെ ഞങ്ങൾ ഇതേ യാത്ര പോകാൻ ഇറങ്ങുകയാണ്. പെട്ടെന്നുണ്ടായൊരു യാത്രയാണ്. ട്രിവാൻഡ്രത്തേക്കാണ് പോണത്. ദേ ആമിക്കുട്ടി റെഡിയായി, ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ദേ താഴെ എത്തി, ഫ്ലാറ്റിൽ താഴെ എത്തി. ലഗേജൊക്കെ ദേ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ആമിക്കുട്ടി അച്ഛനെ ഹെൽപ്പ് ചെയ്യാണ്. ലഗേജ് കയറ്റാൻ അവളുണ്ട് എന്ന് പറഞ്ഞിട്ട് വളരെ പെട്ടെന്നുണ്ടായൊരു യാത്രയാണ് കേട്ടോ ഇത്. അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായി വിചാരിക്കണു. അപ്പോൾ ഒന്നും നടന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ലീവ് കിട്ടിയപ്പോൾ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ പുതിയ വണ്ടിയിലാണ് പോണത്. അപ്പോൾ അതൊക്കെ കയറ്റി ഇതേ ജസ്റ്റ് യാത്ര തുടങ്ങിയിട്ട് ഇതേ പോണു. അങ്ങനെ പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല. അപ്പോൾ പാലിയേക്കര ടോൾ എത്തുന്നതിന് മുന്നേ ഉള്ള ആനന്ദ ഭവനിൽ കയറി ദേ അവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാണ്. ഇഡ്ഡലി, ആമിക്കുട്ടി പൂരിയാണ്, പിന്നെ ഇഡ്ഡലി, അങ്ങനെ ഓരോരുത്തരും ഓരോർക്ക് വേണ്ട ഭക്ഷണമൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ്. ഞാൻ ഇഡ്ഡലിയും വടയാണ് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നല്ല വടയായിരുന്നു കേട്ടോ. ഏട്ടൻ ദോശയാണ് കഴിച്ചത്, പ്ലെയിൻ ദോശയാണ് ഏട്ടൻ കഴിച്ചത്. പിന്നെ ആമിക്കുട്ടിയുടെ ഫുഡ് എത്തിയിട്ടില്ല, അവൾ ഭൂരിയാണ് പറഞ്ഞിരിക്കണത്. ദേ ഞങ്ങളുടെ രണ്ടാളുടെയും വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവൾക്കുള്ള ഫുഡും ദേ വന്നു, ഭൂരി വന്നു. അപ്പോൾ അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. കൈകൊണ്ട് കാണിച്ചത് അതാണ്, ഇഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. അപ്പോൾ ദേ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ആനന്ദഭവൻ കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു റെസ്റ്റോറൻ്റാണ്. ഫ്രണ്ടിൽ സ്വീറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും അവിടുന്ന് ദേ യാത്ര തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തുടങ്ങി. അങ്ങനെ കൊച്ചിയിലെത്തിയപ്പോൾ ടീ ടൈം കൊച്ചി, ഞങ്ങൾ എപ്പോൾ ആ വഴി പോവുകയാണെങ്കിലും ടീ ടൈമിൽ കയറാറുണ്ട്. ടീ ടൈമിൽ ഇറങ്ങി അവിടെ നിന്ന് അതേ ആമിക്കുട്ടി ഒരു ലേസ് വാങ്ങിച്ചു. പിന്നെ അപ്പോൾ അത് വാങ്ങിച്ചതിനുള്ളതാണ്, ബിഗ് ലേസാണ്. അത് വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കിട്ടിയ സന്തോഷമാണ് അവൾക്ക്. അച്ഛൻ മേടിച്ചു കൊടുത്തു എന്നുള്ള സന്തോഷമാണ് നിങ്ങൾ കാണണത്. അങ്ങനെ അത് വാങ്ങി വന്നിട്ട് വണ്ടിയിൽ കയറ്റിയിരുത്തിയതാണ്. ഏട്ടനൊരു ചായ കുടിച്ചു. ഞാനൊരു അവിൽ മിൽക്കാണ് കഴിച്ചത്. അപ്പോൾ അതെനിക്ക് കൊണ്ടുതരികയാണ്. നല്ല ആ വഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, നല്ലൊരു കടിയാണ് ടീ ടൈം. അങ്ങനെ ദേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോണ വഴിക്ക് നമ്മൾ കണ്ടതാണ് ജഡായുപ്പാറ. ഇത് നമ്മൾ കാറിൽ പോകുമ്പോൾ കിട്ടിയ ഒരു വ്യൂ ആണ് കേട്ടോ. ഗൂഗിളിട്ടിട്ടാണ് പോയിരുന്നത്. അപ്പോൾ റോഡ് പണി കാരണം വഴി തിരിച്ചു വിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ കണ്ടതാണ് ഈ ജഡായുപ്പാറ. കാറിൽ നിന്നെടുത്ത വ്യൂ ആണ് ഇത്. അപ്പോൾ അതും കാണാൻ പറ്റി. ഇതുവരെ അവിടെ പോയിട്ടില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇതേ തിരുവനന്തപുരത്ത് എത്തി, നമ്മുടെ റൂമിൽ എത്തി. നീണ്ടൊരു യാത്രയായിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു റോഡ് പണി നടക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇനി ദേ റൂമിലേക്ക് പോവുകയാണ്. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ദേ അവിടേക്ക് ചെന്നു. അവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ചെക്ക് ഇൻ ചെയ്യുകയാണ്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ഇതാണ് അവരുടെ ലോബി എന്ന് പറയണത്. നല്ല വിശാലമായ ലോബിയാണ്. അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടുത്തെ സ്റ്റാഫാണ് കൂടെയുള്ളത്. നമ്മുടെ 6th ഫ്ലോറിലായിരുന്നു നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ 6th ഫ്ലോറിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട്, ഇന്നിപ്പോൾ വേറെ ഒന്നും നടക്കില്ല, അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം രാത്രിയായി, എല്ലാ അമ്പലവും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒന്ന് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അതേ റൂം നമ്പർ 601 നമ്മൾ കയറി. റൂമിലേക്ക് കയറി. ഇതാണ് അപ്പോൾ നമ്മുടെ റൂം. അതെ, ഐശ്വര്യമായിട്ട് തുടക്കം വെച്ചിട്ടുണ്ട് അച്ഛനും മോളും കൂടെ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. റൂം ടൂർ നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട്സായിട്ട് വേറെ ഇടാം. നല്ല റൂമാണ് കേട്ടോ, നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഫ്രഷായി വീണ്ടും ഇറങ്ങിയതാണ്. മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ കാർ എടുത്ത് പോയാൽ പാർക്കിംഗ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിതേ അവിടെ നിന്ന് ഓട്ടോ വെയിറ്റ് ചെയ്യാണ്. സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഓട്ടോ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ റെസിഡൻസിയുടെ മുന്നിൽ നിന്ന് നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ച് ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ഓട്ടോ വന്നു. അപ്പോൾ ഓട്ടോയിൽ തിരുവനന്തപുരത്ത് രാത്രിയിൽ ഞങ്ങൾ അച്ഛനും അമ്മയും കുട്ടിയും കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മദേഴ്സ് വെജ് പ്ലാസയിലേക്കാണ് പോണത്.
രസമാട്ടോ, ഒരു രാത്രി വേറൊരു വൈബല്ലേ ഓട്ടോയിലുള്ള യാത്ര. അങ്ങനെ അവിടെ എത്തി. കണ്ടോ, കാറുമായിട്ട് വരണ്ടെന്ന് പറയണ ഇതാണ്, നല്ല തിരക്കാണ്. കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാ സെലിബ്രിറ്റീസും വന്ന് ഫുഡ് കഴിച്ച് വ്ളോഗ് ചെയ്യുന്ന ഒരു കടയാണിത്. 100-ലധികം വെറൈറ്റി ദോശാസൊക്കെ കിട്ടും, അതുപോലെ നല്ല സൂപ്പർ സദ്യ കിട്ടും ഒക്കെയാണ്. രാത്രി നല്ല ദോശ, ഉത്തപ്പം, അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട്. പക്ഷേ ദോശയാണ് അവരുടെ സ്പെഷ്യൽ. അങ്ങനെ അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈസൂർ മസാല ദോശ, അതുപോലെ മദേഴ്സ് വെജ് സ്പെഷ്യൽ ദോശ, അങ്ങനെ 2-3 മാഗി സ്പെഷ്യൽ ദോശയാണ് ആമി പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതേ ഫുഡൊക്കെ വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് വന്നതും അത് കഴിഞ്ഞതും അറിഞ്ഞില്ല. പിന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. എന്താ പറയുക, സൂപ്പർ ഫുഡാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മദേഴ്സ് വെജ് പ്ലാസയിലെ ദോശകൾ വെറൈറ്റീസ് ഓഫ് ദോശയാണ്. അപ്പം ഞങ്ങൾ ഓരോ തവണ പോകുമ്പോഴും എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ടൈപ്പ് ഓർഡർ ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ച ദോശകളാണ് ഇത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബായ്.